ഹണി ട്രാപ്പ് വിവാദം ഉയർത്തിക്കാട്ടി കർണാടക നിയമസഭയിൽ പ്രതിഷേധമുയർത്തിയ ബി.ജെ.പി. എം.എൽ.എമാർക്ക് സസ്പെൻഷൻ 18 എം.എൽ.എമാരെയാണ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥെ, ഗുഡ് ഈവനിംഗ്. വലിയ കണക്കുകളൊക്കെയായിരുന്നു, കുറേ വർഷങ്ങളിലെ കണക്കാണ്, പക്ഷേ എന്നാലും വലിയ കണക്കുകളൊക്കെയാണ് പുറത്തുവിട്ടത്. ഇപ്പോൾ അതിനുശേഷം ഒരു 6 മാസം സസ്പെൻഷൻ വരുന്നു. വളരെ അപൂർവമായ നടപടികളിലൊന്ന് എന്ന് പറയാം. അങ്ങനെ അധികം സംഭവിക്കാത്തതാണല്ലോ ഇത്തരം വിഷയങ്ങളൊക്കെ വരിക എന്ന് പറയുന്നത്. വിവരങ്ങൾ. കർണാടക നിയമസഭയിൽ ഇന്നിപ്പോൾ രാവിലെ സഭ തുടങ്ങിയത് മുതൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധമാണ് കണ്ടത്. ബി.ജെ.പിയുടെയും ജെ.ഡി.എസിന്റെയും എം.എൽ.എമാർ നടുത്തളത്തിൽ ഇറങ്ങി. കഴിഞ്ഞ ദിവസം സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി കെ.എൻ. രാജണ്ണ നടത്തിയ പ്രസ്താവനയായിരുന്നു തുടക്കത്തിൽ അവരുടെ ആയുധം. 48 എം.എൽ.എമാരെ ഹണി ട്രാപ്പിൽ പെടുത്താനുള്ള ശ്രമം നടന്നു എന്നതായിരുന്നു അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ. എന്തുകൊണ്ട് അന്വേഷണമില്ല എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് അവർ പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആരെങ്കിലും പരാതി നൽകിയാൽ താൻ ആ തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അത് പോരാ, ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന രീതിയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അവിടെ നടന്നു. അവർ നടുത്തളത്തിലിറങ്ങി. അവരുടെ കൈവശം ചില സി.ഡികൾ ഉണ്ടായിരുന്നു. ഇത് ഈ ഹണി ട്രാപ്പ് സംഭവങ്ങൾക്കുള്ള തെളിവാണ് എന്നതാണ് അവർ ഉയർത്തി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടെയാണ് ഒരു ബില്ല് സഭ പാസ്സാക്കുന്നതായുള്ള വിവരം കൂടി വന്നത്. ഈ ഫിനാൻസ് ബില്ലായിരുന്നു യഥാർത്ഥത്തിൽ സഭയിൽ ഇന്ന് രാവിലെ ഇപ്പോൾ ടേബിൾ ചെയ്തിരുന്നത്. പക്ഷേ ഈ ബഹളത്തിനിടയിൽ അത് സർക്കാർ കോൺട്രാക്ടുകളിൽ 4% സംവരണം മുസ്ലിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന തെറ്റിദ്ധാരണയിൽ അത് വലിച്ചു കീറുകയും ആ ബില്ല് സ്പീക്കർക്ക് നേരെ വലിച്ചെറിയുകയും ഒക്കെ തന്നെ ചെയ്തു. അങ്ങനെ രണ്ട് വിഷയങ്ങളാണ് വലിയ സംഘർഷം, വലിയ പ്രശ്നങ്ങൾ സഭയിൽ ഉണ്ടായത്. ഇതേ തുടർന്നാണ് എം.എൽ.എമാർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. 18 ബി.ജെ.പി. എം.എൽ.എമാരെയാണ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. പിന്നെയും സഭയിൽ നിന്ന് അവർ പോകാൻ കൂട്ടാക്കാതിരുന്നതോടെ വാച്ച് ആൻഡ് വാർഡുമാർ എത്തി പിന്നീട് അവരെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ക്രിസ്റ്റീന.